എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മലയാളികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, കേരളത്തിൻ്റെ അഭിമാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു മൂർത്തിയുണ്ട്. കേരളത്തിൻ്റെ മുഴുവൻ ധർമ്മത്തെയും സദാസമയം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, 18 മലകളുടെയും 18 പടിയുടെയും മുകളിൽ സാന്നിധ്യം ചെയ്യുന്ന സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അദ്ദേഹത്തെ ആചരിക്കാനും ഭഗവാനെ മനസ്സിലാക്കാനും ഉപയോഗിക്കാവുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥേമമ്മയുടെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊന്നും തന്നെയല്ല, അയ്യപ്പ ഗീതയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നോക്കൂ, നമുക്ക് നിരവധിയായിട്ടുള്ള ഗീതകൾ ഇന്ന് ഭാരതീയ സംസ്കാരത്തിലുണ്ട്. പൊതുവിൽ ഗീത എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ അർജുനന് കുരുക്ഷേത്രത്തിൽ വെച്ച് ഉപദേശിച്ച ശ്രീമദ് ഭഗവത്ഗീതയാണ്. മഹാഭാരതത്തിൽ വരുന്ന ആ ഭാഗം. ആ ഭാഗത്തിലുള്ള ഗീതയല്ലാതെ തന്നെ നിരവധിയായിട്ടുള്ള ഗീതകൾ ഭാരതീയ പാരമ്പര്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ചണ്ടാള ഗീത എന്ന് പറഞ്ഞിട്ടൊരു ഗീതയുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ഉദ്ധവന് ഉപദേശിക്കുന്ന ഉദ്ധവ ഗീതയുണ്ട്. ഗോപികമാരുടെ ഒരു ഗോപികാ ഗീത ഉണ്ട്. ഇങ്ങനെ ഗീതയ്ക്ക് യാതൊരു തരത്തിലുള്ള കുറവും ഭാരതീയ ധർമ്മത്തിലില്ല. അപ്പം ഭഗവാൻ തന്നെ അർജുനന് പിന്നീട് ഉപദേശിക്കുന്ന അനുഗീതയുണ്ട്. നിരവധിയായിട്ടുള്ള ഗീതകളുണ്ട്. ഇതൊക്കെ തന്നെ ഒരു ചോദ്യോത്തര രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആത്യന്തികമായിട്ടുള്ള ബ്രഹ്മവിദ്യയാണ് ഓരോ ഗീതയിലും പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് ഗീതയാണെങ്കിലും, പ്രത്യേകിച്ച് ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഗീത എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ ധർമ്മത്തിൻ്റെ സ്വരൂപമാണ്. ധർമ്മം ശാസനയിലൂടെ പഠിപ്പിക്കുന്നവനാണ് ധർമ്മശാസ്താവ്. അദ്ദേഹം ഗുരുനാഥനാണ്. യഥാർത്ഥത്തിൽ സ്വാമി അയ്യപ്പൻ്റെ ഭാവം എന്ന് പറയുന്നത് ഗുരുനാഥ ഭാവമാണ്. അദ്ദേഹം എല്ലാവരെയും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചര്യ പഠിപ്പിക്കും, ശീലം പഠിപ്പിക്കുന്നതാണ്. ആ ഭഗവാൻ തൻ്റെ ഉത്തമയായിട്ടുള്ള ഭക്തയായിട്ടുള്ള ശബരി എന്ന് വിളിക്കപ്പെടുന്ന താപസ കന്യകയ്ക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് അയ്യപ്പ ഗീത എന്ന് പറയുന്ന ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് രചിച്ചിട്ടുള്ളത് സ്വാമി അച്യുതാനന്ദജി മഹാരാജാണ്. ഇതിൻ്റെ മലയാളത്തിലുള്ള വിവർത്തനം ചെയ്തിട്ടുള്ളത് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയാണ്. ഇവരുടെ രണ്ടുപേരുടെയും, ഈ രണ്ട് മഹാത്മാക്കളുടെയും കാലിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അവരുടെ ഒരു പരിശ്രമം കൊണ്ടാണ് ഭഗവാന്റെ ഈ ഗീതയെ നമുക്ക് ഇന്ന് സുലഭമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ തക്ക രീതിയിൽ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിട്ടുള്ളത്. 18 അധ്യായങ്ങളാണ് ഈ അയ്യപ്പ ഗീതയിൽ വരുന്നത്. 18 എന്ന് വിളിക്കപ്പെടുന്ന സംഖ്യ ഭഗവാനുമായിട്ട് എത്രത്തോളം അടുത്ത് കിടക്കുന്നതാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അങ്ങനെ 18 അധ്യായങ്ങളിലായി തൻ്റെ ഭക്തയായിട്ടുള്ള ശബരിക്ക് ധർമ്മോപദേശം ചെയ്യുന്ന ഭഗവാനെയാണ് അയ്യപ്പ ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ് അയ്യപ്പ ഗീതയിലൂടെ ഭഗവാൻ ശബരിക്ക് പറഞ്ഞു കൊടുക്കുന്ന തത്വം? അത് മറ്റൊന്നും തന്നെയല്ല, ഭഗവാന്റെ ആ ഏറ്റവും വിശേഷപ്പെട്ട വേദസത്തായിട്ടുള്ള മുദ്രാവാക്യം, സാക്ഷാൽ വേദവാക്യമായിട്ടുള്ള തത്വമസി എന്നുള്ള വേദവാക്യത്തെ, ഉപനിഷത്ത് തത്വത്തെ തന്നെയാണ് ആത്യന്തികമായി ശബരിക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ശബരിയിലുള്ളതും ഭഗവാനിലുള്ളതും ഒരേ ചൈതന്യം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ശബരിക്ക് ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതാണ് അയ്യപ്പ ഗീതയുടെ ഒരു ചുരുക്കം. 1-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ജീവചരിത്രം ലഘുവായിട്ട് സ്വാമി വിവരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പന്തള രാജാവിന് ഭഗവാനെ പമ്പാ നദിക്കരയിൽ നിന്ന് കിട്ടുന്നതും, ഭഗവാൻ വില്ലാളി വീരനായിട്ട് പന്തളത്ത് വളരുന്നതും, തൻ്റെ അമ്മയുടെ വയറുവേദന പരിഹരിക്കാനായിട്ട് ഭഗവാൻ വനത്തിലേക്ക് പോകുന്നതും, മഹിഷിയെ നിഗ്രഹിക്കുന്നതും, പുലികളുമായിട്ട് തിരിച്ചു വരുന്നതും, ഭഗവാൻ അന്തർധാനം ചെയ്യുന്നതൊക്കെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിനുശേഷം 2-ാമത്തെ അധ്യായം മുതലാണ് ഈ ശബരിക്കുള്ള ഭഗവാന്റെ ഉപദേശങ്ങൾ തുടങ്ങുന്നത്. ശബരി നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ രാമായണത്തിലെ ശബരിയാണ് എന്ന് സ്വാമി തറപ്പിച്ച് പറയുന്നൊന്നുമില്ല. ഒരു ശാബര സ്ത്രീ, ഒരു വനവാസിയായിട്ടുള്ള താപസിയായിട്ടുള്ള സ്ത്രീ ഭഗവാനിൽ നിന്ന് പഠിക്കണമെന്ന് ഉദ്ദേശത്തോടു കൂടി ഭഗവാനെ തപസ്സനുഷ്ഠിക്കുകയും അവരുടെ മുമ്പിൽ ശ്രീ ധർമ്മശാസ്താവായിട്ടുള്ള ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ധർമ്മോപദേശം ചെയ്യുന്നതുമായിട്ടാണ് ശേഷമുള്ള 17 അധ്യായങ്ങൾ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരയ്യപ്പ ഭക്തൻ എന്തൊക്കെയാണോ തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് അത് മുഴുവൻ സ്വാമി ധർമ്മശാസ്താവ് തന്നെ പറഞ്ഞു തരുന്ന ഭാവത്തിൽ അയ്യപ്പ ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കും.
തത്വമസിയാണ് അതിൻ്റെ സാരാംശം എന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ പോലും നമ്മുടെ കർമ്മം എങ്ങനെയായിരിക്കണം, ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധ എങ്ങനെയാണ് നമ്മൾ തിരിക്കേണ്ടത്, അയ്യപ്പസ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ചൈതന്യത്തിൻ്റെ ഏറ്റവും തത്വചിന്താപരമായുള്ള ഒരു രൂപം എന്താണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും 17 അധ്യായത്തിൽ അയ്യപ്പ ഗീതയിൽ വിശദമായിട്ട് ശബരിക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നോക്കൂ, ആരാണ് ഉപദേശിക്കുന്നത്? സാക്ഷാൽ ധർമ്മശാസ്താവാണ് ഉപദേശിക്കുന്നത്. ആരാണ് കേൾക്കുന്നത്? നമ്മൾ ഇന്ന് പറയപ്പെടുന്ന ഈ സനാതനധർമ്മത്തെ വിമർശിക്കാനായിട്ട് പല ആളുകളും ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗിക്കുന്ന ഈ ജാതി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അതിൽ തന്നെ ഏറ്റവും താഴേക്കിടയിൽ എന്ന് പറയപ്പെടുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, സമൂഹത്തിൽ എല്ലാവരും ഒരു കാലത്ത് മാറ്റി നിർത്തിയിരുന്ന ഒരു വിഭാഗത്തിലെ ഒരാൾക്കാണ് ഭഗവാൻ അയ്യപ്പ ഗീത ഉപദേശിക്കുന്നത്. കഴിഞ്ഞില്ല, ഭഗവാൻ ഉപദേശിക്കുന്നത് ഒരു സ്ത്രീക്കാണ്. അത് ജാതി ആയിക്കോട്ടെ, ലിംഗമായിക്കോട്ടെ, ഇതൊന്നും തന്നെ വിദ്യ നേടാൻ ഒരു വിലങ്ങുതടിയല്ല എന്നുകൂടി അയ്യപ്പ ഗീതയിലൂടെ ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നു. ഒരു സ്ത്രീ ആയിക്കോട്ടെ, ഏത് കുലത്തിൽ ജനിച്ചവളായിക്കോട്ടെ, എൻ്റെ മുമ്പിൽ അവരൊക്കെ സമന്മാരാണ് എന്ന് ഭഗവാൻ അയ്യപ്പ ഗീതയിലൂടെ പറഞ്ഞു വയ്ക്കുന്നു. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് ആ രംഗം, ശബരിക്ക് ഭഗവാൻ ആ ഗീത ഉപദേശിച്ചു കൊടുക്കുന്ന രംഗം മനസ്സിൽ കണ്ടാൽ തന്നെ ബോധ്യാവും. അങ്ങനെയുള്ള ഭഗവാന്റെ ആ ജ്ഞാനസമ്പത്ത് അത്യധികം അടങ്ങിയിട്ടുള്ള അയ്യപ്പ ഗീതയെ സാധിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉപാസനാമാർഗമായിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ തൃക്കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.